Good morning students, welcome to the part 2 of income tax series. ഇന്ന് നമ്മൾ മൊഡ്യൂൾ 2 ആയിട്ടുള്ള ഇൻകം ഫ്രം സാലറി ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു, എന്താണ് ബേസിക്സ് ഓഫ് ഇൻകം ടാക്സ് നമ്മൾ പഠിച്ചു, അതിൽ യൂസ് ചെയ്യുന്ന ടേംസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് മേജർ 5 ഹെഡ്സ് ഓഫ് ഇൻകം ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആയിരുന്നു ഇൻകം ഫ്രം സാലറി, രണ്ടാമത്തത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, മൂന്നാമത്തത് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, നാലാമത്തത് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ, അഞ്ചാമത്തത് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇനി ഈ ഓരോ ഹെഡ്സിനെയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ മൊഡ്യൂൾസ് ആയിട്ട് പഠിക്കും. അതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വൺ ആണ് ഇൻകം ഫ്രം സാലറി. ഇനി എന്താണ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സാലറി? സാലറി ഈസ് ദ റെമ്യൂണറേഷൻ പെയ്ഡ് ബൈ എംപ്ലോയർ ടു എംപ്ലോയി ഫോർ റെൻഡറിങ് സർവീസസ്. ഒരു പെർട്ടിക്കുലർ സർവീസ് റെൻഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയിക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷനെയാണ് ബേസിക്കലി നമ്മൾ എന്ത് പറയുന്നത്, സാലറി എന്ന് പറയുന്നത്. വിച്ച് ഇൻക്ലൂഡ്സ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി. ക്യാഷ് ഫോമിൽ വരുന്നതുണ്ടാകും, അതല്ലാതെ എന്തെങ്കിലും ബെനിഫിറ്റ്സ്, പെർക്യുസൈഡ്സ്, എന്തെങ്കിലും അഡീഷണൽ ബെനിഫിറ്റ്സ് ഒക്കെ കൊടുക്കുന്നതും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് സാലറി ഈസ് ടാക്സബിൾ ഓൺലി വെൻ ദ എക്സിസ്റ്റ് an employer-employee relationship. നമ്മൾ വെറുതെ കൊടുക്കുന്നൊന്നും നമുക്ക് എന്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, സാലറി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ഒരു മാസ്റ്റർ സെർവൻറ്റ് റിലേഷൻ അവിടെ ഉണ്ടായിരിക്കണം. ഇനി സെക്ഷൻ 15 പ്രകാരം വാട്ട് ആർ ദ ബേസിസ് ഓഫ് ചാർജ്, എന്തൊക്കെ നമ്മൾ ടാക്സബിൾ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അണ്ടർ ദ ഹെഡ് സാലറീസ് എന്തൊക്കെയാണ് നമ്മൾ ബേസിസ് എന്നുള്ളതാണ്. സാലറി ഡ്യൂ ആയിട്ടുള്ള പ്രസൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ ഫോർമർ ആയിട്ടുള്ള എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്നോ ഡ്യൂ ആയിട്ടുള്ള നോട്ട് പെയ്ഡ്, ഇതുവരെ പേ ചെയ്യാതെ ഡ്യൂ ആയി കിടക്കുന്ന എല്ലാ സാലറീസും ഇൻക്ലൂഡ് ചെയ്യും. സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ്, അരിയേഴ്സ് ഓഫ് സാലറി, പാസ്റ്റ് ഇയേഴ്സിലേക്ക് അരിയേഴ്സ് നമ്മുടെ കറണ്ട് ഇയറിലാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യും. ഇതൊക്കെ ഈ മൂന്നും എന്തിൽ ഇൻക്ലൂഡഡ് ആണ്, സാലറീസിൽ ഇൻക്ലൂഡഡ് ആണ്. സാലറി ഡ്യൂ, സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ് ആൻഡ് അരിയേഴ്സ് ഓഫ് സാലറി. ഇനി വരുന്നത് ഡെഫിനിഷൻ ഓഫ് സാലറി. സാലറിക്കൊരു ബേസിക് ഡെഫിനിഷൻ ഒന്നും എവിടെയും കൊടുത്തിട്ടില്ല, ബട്ട് വിച്ച് ഇൻക്ലൂഡ്സ് വേജസ്, ആന്വിറ്റി ഓർ പെൻഷൻ. ആന്വിറ്റി ഓർ പെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടയർമെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ലംസം എമൗണ്ട് കൊടുക്കും, അതിനാണ് നമ്മൾ ആന്വിറ്റി. അതേപോലെ പെൻഷൻ എമൗണ്ട് ഉണ്ടാവും. ഗ്രാറ്റുവിറ്റി എമൗണ്ട്, നമ്മൾ സർവീസ് റെൻഡർ ചെയ്ത സർവീസിന് ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷനൊക്കെ പോലെ അവരെന്ത് ചെയ്യും, അത്രയും കാലത്തെ സർവീസിന് കൊടുക്കുന്ന ഗ്രാറ്റുവിറ്റി. ഫീസ്, കമ്മീഷൻ, ബോണസ്, പെർക്യുസൈഡ്സ്, പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി, ഇതൊക്കെ എന്തിൽ ഇൻക്ലൂഡഡ് ആണ്, സാലറിയിൽ ഇൻക്ലൂഡഡ് ആണ്. അഡ്വാൻസ് ഓഫ് സാലറി, ലീവ് എൻകാഷ്മെൻറ്റ്, ടാക്സബിൾ ഇൻട്രസ്റ്റ്, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ്ഡ് പി എഫിലേക്കുള്ള എംപ്ലോയർ കോൺട്രിബ്യൂഷൻ മാത്രമേ ടാക്സബിൾ ആയിട്ടുള്ളൂ. എംപ്ലോയീസ് കൊടുക്കുന്ന എമൗണ്ട് എന്തല്ല, ടാക്സബിൾ അല്ല. ട്രാൻസ്ഫേർഡ് ബാലൻസ് ഫ്രം URPF ഓർ RPF. ഇതിൽ സാലറിയുടെ ഡെഫിനേഷൻ നിങ്ങളെടുത്ത് ചോദിക്കുകയാണെങ്കിൽ അണ്ടർ സെക്ഷൻ 17 എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ആകുന്നതെന്ന് മാത്രം നിങ്ങൾ കോട്ട് ചെയ്താൽ മതി. കാരണം സാലറിയുടെ ഡെഫിനേഷൻ ഒരു പ്രോപ്പർ ഡെഫിനേഷനായിട്ട് എവിടെയും പറയുന്നില്ല. സാലറി ഇൻക്ലൂഡ്സ് ഓൾ ദീസ് 8 ഐറ്റംസ് എന്നുള്ള രീതിയിൽ എഴുതിയാൽ മതിയാകും. അതേപോലെ ഒരു ഐറ്റം അവിടെ സ്കിപ്പ് ആയതുണ്ടായിരുന്നു, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു NPS, നാഷണൽ പെൻഷൻ സ്കീമിലേക്കുള്ള കോൺട്രിബ്യൂഷൻ. ഇനി എന്തൊക്കെയാണ് ദ കോമ്പണൻസ് ഓഫ് സാലറി? നമ്മളൊരു സാലറി ഇൻകം അല്ലെങ്കിൽ ടാക്സബിൾ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് അതിൻ്റെ ബേസിക് അല്ലെങ്കിൽ അതിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ബേസിക് സാലറി എല്ലാവരുടെയും അവരുടെ സർവീസിന് കൊടുക്കുന്ന ബേസിക് ആയിട്ടുള്ള വേജസ്, ഫിക്സഡ് റെഗുലർ പേയ്മെൻ്റ് ആണ് ഉണ്ടാവുക ആൻഡ് വിച്ച് ഈസ് ഫുള്ളി ടാക്സബിൾ ആണത്. അഡ്വാൻസ്ഡ് സാലറി, നമ്മൾ ഡേറ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തിലേക്കൊക്കെയുള്ള സാലറി അഡ്വാൻസ്ഡ് ആയിട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഡ്യൂ ഡേറ്റിന് മുന്നേ കൊടുക്കുന്ന സാലറിക്കാണ് നമ്മൾ അഡ്വാൻസ് സാലറി എന്ന് പറയുന്നത്. ടാക്സബിൾ ഇൻ ഇയർ ഓഫ് റെസീപ്റ്റ്, ശ്രദ്ധിക്കണം, ഏത് ഇയറിലാണോ അത് റിസീവ് ചെയ്തത് അത് ആ ഇയറിലെ ടാക്സബിൾ ഇൻകത്തിലേക്ക് ആയിരിക്കും അത്, ടാക്സബിൾ സാലറിയിലേക്കായിരിക്കും അത് എടുക്കുന്നുണ്ടാവുക. അതല്ലാതെ ഏത് ഇയറിലെ സാലറി ആണെന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. റെസീപ്റ്റ് ഏതിലെയാണോ വരുന്നത് ആ വർഷം അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. അരിയേഴ്സ് ഓഫ്
സാലറി. പാസ്റ്റ് ഇയേഴ്സിലൊക്കെ ആയിട്ടുള്ള എന്തെങ്കിലും അരിയേഴ്സ് ഉണ്ടെങ്കിൽ അതും നമ്മൾ ടാക്സബിൾ ആണ്. ടാക്സബിൾ ഇൻ ഇയർ ഓഫ് റെസിപ്റ്റ്, അതും ഏത് വർഷമാണോ റിസീവ് ചെയ്യുന്നത്, റെസിപ്റ്റ് ഏത് ഇയറിലാണോ ഉള്ളത് ആ ഇയർ ടാക്സബിൾ ആയിരിക്കും. അതിലെന്തുണ്ട്, ക്ലെയിം, നമുക്ക് റിലീഫ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അണ്ടർ സെക്ഷൻ 89(1). നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പറയും. അപ്പോൾ ഇതിൻ്റെ കോമ്പണൻസ് എന്താണെന്നുള്ളത് നമ്മൾ ബേസിക്കലി പഠിക്കുന്നുള്ളൂ. 4th വൺ, ഡിയർനെസ് അലവൻസസ്. നമുക്ക് കോസ്റ്റ് ഓഫ് ലിവിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡീഷൻ ടു ദ ബേസിക് പേ നമ്മൾ എന്ത് ചെയ്യും, DA പ്രൊവൈഡ് ചെയ്യും. അതും എന്താണ്, ബേസിക് പേ പോലെ തന്നെ ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള ഒരു കോമ്പണൻ്റ് ആണ്. ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ലിവിങ്ങിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇനി വരുന്നത് ഡിയർനെസ് പേ, ട്രീറ്റഡ് ആസ് എ പാർട്ട് ഓഫ് ബേസിക് സാലറി. ഡിയർനെസ് പേയും നമ്മൾ ബേസിക് സാലറിയുടെ പാർട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ആൻഡ് വിച്ച് ഈസ് ഓൾസോ ഫുള്ളി ടാക്സബിൾ. നിങ്ങൾ സാലറി ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ ടാക്സബിൾ കാറ്റഗറീസ് ഏതൊക്കെയാണ്, എക്സംപ്റ്റഡ് കാറ്റഗറീസ് ഏതൊക്കെയാണ്, പാർഷ്യലി എക്സംപ്റ്റഡ്, ഈ ഒരു 3 കാറ്റഗറിയിലുള്ളത് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി ഈസി ടു കാൽക്കുലേറ്റ് ദ ടാക്സബിൾ ഇൻകം. 6th വൺ, ആന്വിറ്റി, റെഗുലർ ഫിക്സഡ് പേയ്മെൻറ്റ് പോസ്റ്റ് റിട്ടയർമെൻറ്റ്. റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ഒരു റെഗുലർ നമ്മളെ സർവീസിന് അവർ പിന്നീട് ആഫ്റ്റർ റിട്ടയർമെൻറ്റ് നമ്മളെ സർവീസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റെഗുലർ ഫിക്സഡ് പേയ്മെൻ്റ് ആണ് പോസ്റ്റ് റിട്ടയർമെൻറ്റിന് ശേഷമുള്ള. ടാക്സബിൾ അൺലെസ് സ്പെസിഫിക്കലി എക്സംപ്റ്റഡ്. ടാക്സബിൾ ആണ് ബേസിക്കലി, പക്ഷേ സർട്ടൈൻ സ്പെഷ്യൽ എക്സംപ്റ്റഡ് കേസസ് ഉണ്ട്. അത്തരം കേസുകളിൽ ഇത് എക്സംപ്റ്റഡ് ആയിരിക്കും. 7th വൺ, പെൻഷൻ, പേയ്മെൻറ്റ് ഫോർ പാസ്റ്റ് സർവീസസ്. ആഫ്റ്റർ റിട്ടയർമെൻറ്റ് നമുക്ക് മന്ത്ലി എന്ത് കിട്ടുന്നുണ്ടാവും, ഒരു ഫിക്സഡ് എമൗണ്ട് പെൻഷനായിട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ ടാക്സ് കോൺസെപ്റ്റിൽ നോക്കുമ്പോൾ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ ആണ്. കമ്മ്യൂട്ടഡ് പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സർട്ടൈൻ എക്സംഷൻസ് കിട്ടുന്നുണ്ട്. ഇനി വരുന്നതാണ് എംപ്ലോയർ പ്രിൻസിപ്പിൾസ് ഓർ ഫീച്ചേഴ്സ് ഓഫ് സാലറി ഇൻകം. സാലറി ഇൻകം നമ്മൾ ഒരു ഇൻകത്തിന് നമ്മൾ അണ്ടർ ദ ഹെഡ് ഓഫ് സാലറി കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സർട്ടൈൻ പ്രിൻസിപ്പിൾസ് അത് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് സാലറി ഇൻകം ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് എഴുതാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കിപ്പം ഗിഫ്റ്റായിട്ട് ആരെങ്കിലും ഒരു 50,000 റുപ്പീസ് തന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ വെറുതെ തരുന്നതൊന്നും എന്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു പാരൻറ്റ് ചിൽഡ്രന് കൊടുക്കുന്നതൊന്നും നമുക്ക് സാലറി ഇൻകത്തിൽ പറയാൻ വേണ്ടി പറ്റില്ല. ഈവൻ ഇഫ് നമുക്കൊരു എല്ലാ മന്തിലും പാരൻറ്റ് നമുക്കൊരു 30,000 റുപ്പീസ് തരുന്നുണ്ടെങ്കിൽ അതെന്തല്ല, സാലറി അല്ല. ബിക്കോസ് അവിടെ എന്തില്ല, എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഇല്ല. സോ ബേസിക് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ദർ ഷുഡ് ബി എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഈസ് മാൻഡേറ്ററി. അതിൻ്റെ സർട്ടൈൻ എക്സംപ്റ്റഡ് കേസസ് ഇതിൽ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ MP, MLA ഇവരൊന്നും എന്തല്ല, എംപ്ലോയി കാറ്റഗറീസിൽ വരുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒന്നും റെമ്യൂണറേഷനെ നമ്മൾ എന്തിൽ കാൽക്കുലേറ്റ് ചെയ്യില്ല, ഇൻകം ഫ്രം സാലറീസിൽ കാൽക്കുലേറ്റ് ചെയ്യില്ല. പകരം ഇൻകം ഫ്രം അതർ സോഴ്സസിലായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. അതേപോലെ ഗവൺമെൻറ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുമ്പം ഗവൺമെൻറ് സർവൻസ് ആണ്, ഗവൺമെൻറ് സാലറി കൊടുക്കുന്നതാണ്. ദെയർ സാലറി ഈസ് ടാക്സബിൾ അണ്ടർ സാലറീസ്. അവരുടെ റെമ്യൂണറേഷൻ ടാക്സബിൾ അണ്ടർ സാലറീസ് ആണ്. അതേപോലെ പാർട്ട്നേഴ്സ് റെമ്യൂണറേഷനും എന്തല്ല, നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സാലറി ഇൻകത്തിൽ വരുന്നതല്ല, വിച്ച് ഈസ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള കാറ്റഗറിയിലായിരിക്കും വരുന്നുണ്ടാകും. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ എംപ്ലോയ്മെൻറ്റിൻ്റെ നേച്ചറാണ്. ഫുൾ ടൈം ആണെങ്കിലും പാർട്ട് ടൈം ആണെങ്കിലും അതെന്താണ്, ഇറലവൻ്റ് ആണ്. ടാക്സബിലിറ്റി പേർപ്പസിൽ നോക്കുന്ന സമയത്ത് ഫുൾ ടൈം ആണോ പാർട്ട് ടൈം ആണോ എന്നുള്ളത് റെലവൻ്റ് അല്ല. രണ്ടാണെങ്കിലും നമ്മൾ എന്താണ്, ടാക്സിൻ്റെ സ്ലാബിൽ വരുന്നുണ്ടെങ്കിൽ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. സാലറി ഫ്രം മൾട്ടിപ്പിൾ എംപ്ലോയീസ് ഇസ് ക്ലബ്ഡ് ആൻഡ് ടാക്സ്ഡ് അണ്ടർ സാലറീസ്. ഇപ്പം ഒരാൾ ഫുൾ ടൈം ആയിട്ടും പാർട്ട് ടൈം ആയിട്ടും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എംപ്ലോയേഴ്സിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ക്ലബ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ടാക്സബിൾ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ തേർഡ്, സറണ്ടർ ഓഫ് സാലറി എന്ന് പറയുമ്പോൾ ചില എംപ്ലോയീസ് അവരുടെ സർട്ടൻ പോർഷൻ ഓഫ് സാലറി എന്ത് ചെയ്യും, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയൊക്കെ
വേരിയസ് ഫണ്ടുകളിലേക്കും അതർ ഏരിയാസിലേക്കൊക്കെ അവർ സറണ്ടർ ചെയ്യും. ഇതെന്താണ്? ഇത്തരത്തിലുള്ള വളണ്ടറി സറണ്ടേഴ്സ് എല്ലാം തന്നെ എക്സംപ്റ്റഡ് ആണ്, ഇൻക്ലൂഡഡ് അല്ല. ഫോർഗോയിങ് ഓഫ് സാലറി, ഇപ്പോൾ നമ്മൾ ഇഫ് എൻ എംപ്ലോയി ഫോർഗോസ് സാലറി ആഫ്റ്റർ ഇറ്റ് ബിക്കംസ് ഡ്യൂ, സാലറി നമ്മൾ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാലും എന്താണ്? സ്റ്റിൽ ടാക്സബിൾ ആണ്. ഫോർഗോ ചെയ്ത് കഴിഞ്ഞാലും അതെന്താണ്? ടാക്സബിൾ സാലറീൻ്റെ അണ്ടറിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും, കൺസിഡർ ചെയ്യുന്നതായിരിക്കും. ഫിഫ്ത്ത് വൺ, ടാക്സ് ഫ്രീ salary. If employer pays tax on behalf of employee, it is perquisites, the taxable in employee's hand. ഇപ്പം നമ്മൾ പെർക്വിസൈറ്റ്സ് ആയിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാലും എംപ്ലോയർ ഇപ്പം എംപ്ലോയിക്ക് പെർക്വിസൈറ്റ്സ് ആയിട്ടൊക്കെയാണ് ബെനിഫിറ്റ്സ് ഒക്കെ ആയിട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും ടാക്സബിൾ ഇൻ എംപ്ലോയീസ് ഹാൻഡ്സ്, എംപ്ലോയീസ് ഹാൻഡ്സിൽ അതെന്താണ്? ടാക്സബിൾ ആണ്. ഇനി വരുന്നത്, ഇതുവരെ നമ്മൾ ഇൻകം ഫ്രം സാലറീസിൽ വരുന്ന ഏരിയാസ് എന്തൊക്കെയാണ്, കോമ്പണൻസ് എന്തൊക്കെയാണ്, എപ്പോഴാണ് ഇതൊരു ഇൻകം ഫ്രം സാലറി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാമെന്നൊക്കെ ഉള്ളത് പറഞ്ഞു. നെക്സ്റ്റ് കോമ്പണൻ്റ് ആണെന്ത്? അലവൻസസ് എന്ന് പറയുന്നത്. അലവൻസസ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് സം നമ്മൾ ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള നമ്മുടെ ഒഫീഷ്യൽ എക്സ്പെൻസ്, പേഴ്സണൽ എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ അലവൻസസ് എന്ന് പറയുന്നത്. പല തരത്തിലുള്ള അലവൻസസ് ഉണ്ട്. ഫുള്ളി എക്സംപ്റ്റഡ് ആയിട്ടുള്ള അലവൻസസ് ഉണ്ട്, പാർഷ്യലി എക്സംപ്റ്റഡ് ആയിട്ടുള്ള അലവൻസസും ഉണ്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദ ഫുള്ളി എക്സംപ്റ്റഡ് ടാക്സ് അലവൻസസ്. ടാക്സ് അലവൻസസിൽ ഫുള്ളി എക്സംപ്റ്റഡ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വൺ, ഡിയർനസ് അലവൻസസ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ലിവിങ്ങിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു അലവൻസ് ആണ്, വിച്ച് ഈസ് ഫുള്ളി ടാക്സബിൾ അലോങ് വിത്ത് ദ ബേസിക് പേ. ബേസിക് പേൻ്റെ കൂടെ ഫുള്ളി ടാക്സബിൾ ആണ്. നെക്സ്റ്റ്, എൻ്റർടൈൻമെൻറ്റ് അലവൻസസ്. എൻ്റർടൈൻമെൻറ്റ് അലവൻസസിൻ്റെ ഒരു കേസിൽ നമ്മൾ ടാക്സബിൾ സാലറിയിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യും, ബട്ട് ക്യാൻ ബി റീഇംബേഴ്സ്ഡ് ആസ് എ ഡിഡക്ഷൻ. നമുക്ക് റീഇംബേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അണ്ടർ സെക്ഷൻ 16 പ്രകാരം ഡിഡക്ഷൻ ക്ലെയിം ചെയ്തുകൊണ്ട് നമുക്ക് റീഇംബേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓൺലി ഫോർ ഗവൺമെൻറ് എംപ്ലോയീസ്. ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രമാണ്, പ്രൈവറ്റ് എംപ്ലോയീസിന് വരുന്നില്ല. ഓവർ ടൈം അലവൻസസ് ഫോർ എക്സ്ട്രാ ഹവേഴ്സ് വർക്ക് ചെയ്തതിനാണ്. ഇങ്ങനെ എക്സ്ട്രാ ഹവേഴ്സ് വർക്ക് ചെയ്തത് എന്താണ്? നമുക്ക് ഫുള്ളി ടാക്സബിൾ ആണ്. സിറ്റി കോമ്പൻസേറ്ററി അലവൻസസ്. നമ്മളിപ്പം മെട്രോ സിറ്റീസിലൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലിവിങ് കോസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് സിറ്റി കോമ്പൻസേറ്ററി അലവൻസസ്, വിച്ച് ഈസ് ഓൾസോ ഫുള്ളി ടാക്സബിൾ. ഇങ്ങനെ ഒരു 14 ഐറ്റംസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എല്ലാം നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റണമെന്നില്ല, എന്നാലും മാക്സിമം പഠിച്ചു വെക്കുക ഫുള്ളി എക്സംപ്റ്റഡ് ഏതൊക്കെയാണെന്നുള്ളത്. ക്വസ്റ്റ്യനിൽ ഏതാ വരികയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും റെഗുലർലി വരുന്ന കുറച്ച് ഐറ്റംസ് ആണ് ഈ പറഞ്ഞ എൻ്റർടൈൻമെൻറ്റ് അലവൻസസ്, ഡിയർനെസ് അലവൻസസ്, അതേപോലെ സിറ്റീസിലുള്ള സിറ്റി കോമ്പൻസേറ്ററി അലവൻസസ്, ടിഫിൻ അലവൻസസ്. ഇതൊക്കെ നോർമലി വരുന്ന സെർവൻ്റ് അലവൻസസ്, ഇതൊക്കെ നോർമൽ ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ്. ഹിൽ അലവൻസ്, ഇത്തരത്തിലൊരു കുറച്ച് ഒരു 5-6 ഐറ്റംസ് നിങ്ങൾ പഠിച്ചു വെക്കുക. ബാക്കിയും എന്താണ് മൈൻഡിൽ ഉണ്ടായിരിക്കണം. സോ 14 എണ്ണമാണ് ഇവിടെ കോട്ട് ചെയ്തിട്ടുള്ളത്. ഇനി വരുന്നത് വാട്ട് ആർ ദ പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസസ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസസ് ആണ്. അതിൽ നമുക്ക് റിസീവ് ചെയ്യുന്ന എല്ലാ ഇതും നമുക്ക് എന്താണ്? ഫുള്ളി ടാക്സബിൾ ആണ്. ഫുള്ള് നമ്മൾ ടാക്സ് കൊടുക്കണം. ഇനി വരുന്നത് പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസസ്. പാർഷ്യലി എക്സംഷൻ വരുന്ന, അതായത് ഒരു സർട്ടൈൻ എക്സ്റ്റെൻറ്റ് വരെ നമുക്ക് എന്താണ് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുന്ന എക്സംപ്റ്റഡ് ആയിട്ടുള്ള അലവൻസസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹൗസ് റെൻറ്റ് അലവൻസസ് ആണ്. ഹൗസ് റെൻറ്റ് അലവൻസസ് എന്ന് പറയുമ്പോൾ allowances given by the employer to help the employee to meet expenses related to rented accommodations. So say for example, നിങ്ങൾ റെൻറ്റഡ് ഹൗസിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മന്ത്ലി റെൻറ്റ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയർ സൈഡിൽ നിന്ന് വരുന്ന സർട്ടൈൻ അലവൻസസിനെയാണ് നമ്മൾ ഹൗസ് റെൻറ്റ് അലവൻസസ് എന്ന് പറയുന്നത് അണ്ടർ സെക്ഷൻ 10. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ടാക്സ് ട്രീറ്റ്മെൻറ്റ് വരുന്നതെന്നാണ്. ഇത്തരം നമ്മൾ HRA കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആക്ച്വൽ HRA എത്രയാണ് റിസീവ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കുക.
ദെൻ റെൻറ്റ് പെയ്ഡ്, നിങ്ങൾ കൊടുക്കുന്ന റെൻറ്റ് പെയ്ഡ് 10% ഓഫ് സാലറി എടുക്കുക. നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പായിട്ട് 50% ഓഫ് സാലറി, ഇപ്പം സിറ്റീസ് ലൈക്ക് മുംബൈ, ഡൽഹി, കൽക്കട്ട ഇത്തരം സിറ്റീസിലാണെന്നുണ്ടെങ്കിൽ 50% ഓഫ് സാലറി, ഓർ അതർ സിറ്റീസിലാണെന്നുണ്ടെങ്കിൽ 40% ഓഫ് സാലറി. ഇതിൽ ലീസ്റ്റ് ഏതാണോ, ഈ 3 പറഞ്ഞതിൽ ഏറ്റവും ലീസ്റ്റ് കുറവുള്ളത് ഏതാണോ വിച്ച് ഈസ് എക്സംപ്റ്റഡ്, അത് നമുക്ക് എന്ത് ചെയ്യാം, എക്സംഷനായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഹൗസ് റെൻ്റ് അലവൻസ്. നമ്മൾ റെൻറ്റഡ് അക്കമഡേഷൻസിൻ്റെ പേയ്മെൻറ്റ്, റെൻറ്റ് പേയ്മെൻറ്റിൽ എംപ്ലോയർ സൈഡിൽ നിന്ന് തരുന്ന കോൺട്രിബ്യൂഷനാണ് എന്ത്, ഹൗസ് റെൻ്റ് അലവൻസ് എന്ന് പറയുന്നത്. അതിൽ ഈ 3 എലമെൻറ്റ്സ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. ആക്ച്വൽ HRA റിസീവ്ഡ്, ദെൻ റെൻറ്റ് പെയ്ഡ്, ദെൻ 50% ഓഫ് സാലറി. അത് മെട്രോ സിറ്റീസിലാണെന്നുണ്ടെങ്കിൽ, അതർ സിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ 40% ഓഫ് സാലറി. ഇതിൽ ലീസ്റ്റ് ഏതാണോ, ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ഈസ് എക്സംപ്റ്റഡ്. അപ്പം അതിൻ്റെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത്, പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. സാലറി, അതേപോലെ പീരിയഡ്, അതേപോലെ എക്സംഷൻ ഇല്ലാത്ത കേസ്, നോ എക്സംഷൻ ഇഫ് എംപ്ലോയി ലിവ്സ് ഇൻ ഓൺ ഹൗസ്, നോ റെൻറ്റ് ഇസ് പെയ്ഡ്. റെൻറ്റ് പേ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ ഇതിലുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് നമ്മൾ ആ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് രണ്ടാമത്തത് HRA അലവൻസസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തതാണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസസ്. അലവൻസസ് ഗിവൺ ടു മീറ്റ് ഹോസ്പിറ്റാലിറ്റി എക്സ്പെൻസസ് റിലേറ്റഡ് ടു ദ ബിസിനസ് ക്ലയൻസ് ഓർ പബ്ലിക് റിലേഷൻസ്. അതായത് നമ്മളെ ഹോസ്പിറ്റാലിറ്റി എക്സ്പെൻസസും അതേപോലെ ബിസിനസ് ക്ലയൻസിനെ, പബ്ലിക് റിലേഷൻസിനെയൊക്കെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയർ സൈഡിൽ നിന്ന് തരുന്ന ഒരു സർട്ടൈൻ അലവൻസസിനെയാണ് നമ്മൾ എൻ്റർടൈൻമെൻറ്റ് അലവൻസസ് എന്ന് പറയുന്നത്. നോൺ ഗവൺമെൻറ് എംപ്ലോയീസിന് ഇതെന്താണ്, ഫുള്ളി ടാക്സബിൾ ആണ്. ഗവൺമെൻറ് എംപ്ലോയീസിന് ഫസ്റ്റ് ആഡഡ് ടു സാലറി, ദെൻ ഡിഡക്ഷൻ അലൗഡ് അണ്ടർ സെക്ഷൻ 16. ഗവൺമെൻറ് എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സാലറി ആയിട്ട് ആഡ് ചെയ്യെങ്കിലും, പക്ഷേ എവിടുന്ന് നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം, സെക്ഷൻ 16 നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് മാത്രമേ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. 5,000 rupees or 20% of the basic salary or actual entertainment allowance received. Out of these 3, whichever is the least amount which can be exempted or deducted, deduction claim ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സ്പെഷ്യൽ അലവൻസസ് ആണ് തേർഡ് പറയുന്നത്. സ്പെഷ്യൽ അലവൻസസ് ആർ ഡിവൈഡഡ് ഇൻ ടു 2 categories. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അലവൻസസ് ഫോർ ഒഫീഷ്യൽ ഡ്യൂട്ടീസ് എക്സം ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ. ആക്ച്വൽ എക്സ്പെൻഡിച്ചറിൻ്റെ എക്സ്റ്റെൻറ്റ് വരെ എക്സംപ്റ്റഡ് ആണ്. ട്രാവൽ അലവൻസസ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ഫോർ ട്രാവൽ ഓൺ ഒഫീഷ്യൽ ഡ്യൂട്ടി ഓർ ട്രാൻസ്ഫർ. അതിൻ്റെ അപ്പം ഇതൊരു കോളം ഒരു ടാബുലാർ ഫോർമാറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ടൈപ്പ് ഓഫ് അലവൻസസ് ഏതൊക്കെയാണ്, അത് ആ ഒരു ടൈപ്പ് ഓഫ് അലവൻസ് എന്തിനു വേണ്ടിയിട്ടുള്ള അലവൻസസ് ആണെന്ന് സെക്കൻഡ് കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. തേർഡ് കോളത്തിൽ അത് എത്ര എമൗണ്ട് വരെ എക്സംപ്റ്റഡ് ആണ്, അതിൻ്റെ ഒരു ടാക്സ് എക്സംഷൻ സ്റ്റേറ്റസും തേർഡ് കോളത്തിൽ പറയുന്നുണ്ട്. കൺവീനിയൻസ് അലവൻസസ്, ഡെയിലി അലവൻസസ്, ഹെൽപ്പർ അലവൻസസ്, അക്കാഡമിക് റിസർച്ച് അലവൻസസ്, നമ്മൾ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മുടെ സൈഡിൽ നിന്നുള്ള എന്തെങ്കിലും റിസർച്ചുകൾ, കോൺഫറൻസസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക, ഇതിങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് വരുന്ന എക്സ്പെൻസസ് ആണ്. സോ ഇത്രയും കുറച്ച് ഐറ്റംസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. യൂണിഫോം അലവൻസസ്, ഇതിൽ എത്രത്തോളം എക്സംഷൻ പോസിബിൾ ആണ് എന്നുള്ളതും ലാസ്റ്റ് കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടാബിൾ പറ്റുവാണെങ്കിൽ പഠിച്ചു വെക്കുക. അതേപോലെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോർമലി വന്ന് കാണുന്നത് ട്രാവലിംഗ് അലവൻസസ് ആണ്. പിന്നെ വരുന്നത് അലവൻസസ് ഫോർ പേഴ്സണൽ എക്സ്പെൻസസ്. അതിനും സ്പെസിഫൈഡ് ലിമിറ്റ്സ് ഉണ്ട്, എക്സംഷൻ ലിമിറ്റുകളുണ്ട്. ദീസ് ആർ പാർഷ്യലി എക്സംപ്റ്റഡ് എമൗണ്ട് എബോവ് ദ ലിമിറ്റേഴ്സ് ടാക്സബിൾ. ഒരു സർട്ടൈൻ എമൗണ്ട് ഇൻകം ടാക്സ് ആക്ട് പറയുന്നുണ്ട്, അതിൻ്റെ മുകളിലേക്കുള്ളത് എന്താണ്, ടാക്സബിൾ ആണ്. ഇനി എന്തൊക്കെയാണ് സ്പെഷ്യൽ പേഴ്സണൽ അലവൻസസ് എന്ന് നോക്കാം. ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസസ് ₹100 per month, ചൈൽഡ് മാക്സിമം ഓഫ് 2 children. മന്ത്ലി ₹100 ആണ്, മാക്സിമം എത്രയാണ്, 2 children ആണ്. അതേപോലെ ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസസ്, ട്രാൻസ്പോർട്ട് എംപ്ലോയി അലവൻസസ്, ഹാൻഡിക്യാപ്ഡ് എംപ്ലോയീസ്, ഹിൽ ഏരിയ അലവൻസസ്, അതേപോലെ
ബോർഡർ, റിമോട്ട്, ഡിസ്റ്റർബ്ഡ് ഏരിയ അലവൻസസ്. ഇപ്പോൾ നമ്മൾ ബോർഡർ റീജിയനിലൊക്കെയാണുള്ളത് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിസ്റ്റർബ്ഡ് ഏരിയ അലവൻസസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ട്രൈബൽ ഏരിയ അലവൻസസ് ഉണ്ട്. ഇത്തരത്തിൽ കുറച്ച് ഇതിൽ ഫസ്റ്റുള്ള 3-4 ഐറ്റംസ് ആണ് നോർമൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ റിപ്പീറ്റേറ്റീവ് ആയിട്ട് കാണുന്നത്. ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസസ്, ചിൽഡ്രൻസ് ഹോസ്റ്റൽ അലവൻസസ്, ട്രാൻസ്പോർട്ട് എംപ്ലോയി അലവൻസസും അതേപോലെ ഈ ഹിൽ ഏരിയ അലവൻസസും കാണാറുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ലിമിറ്റ്, ഒരു മന്തിൽ എത്ര എമൗണ്ട് വരെയാണ്, എത്ര കുട്ടികൾക്കാണെന്നുള്ളതൊക്കെ പഠിച്ചു വെക്കുക. അതൊരു ടാബുലാർ ഫോർമാറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കുറച്ച് ലാസ്റ്റ് നമ്മൾ ഐലൻഡ് അലവൻസസ്, ഇപ്പോൾ നമ്മൾ ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് ഒക്കെ പോലെയുള്ള ഐലൻഡ് റെസിഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള സർട്ടെയിൻ സ്പെഷ്യൽ അലവൻസസ് ഉണ്ട്. ഫീൽഡ് ഏരിയ അലവൻസസ് ഫോർ ആംഡ് ഫോഴ്സസ്, അതേപോലെ മോഡിഫൈഡ് ഫീൽഡ് ഏരിയ അലവൻസസ്, ഇങ്ങനെയുള്ള കുറേ കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം പറഞ്ഞ ഒരു 5 അതിൻ്റെ ലിമിറ്റും പഠിച്ചു വെക്കാം. നെക്സ്റ്റ് പറയുന്നത് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസസ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഫുള്ളി ടാക്സബിൾ അലവൻസസ്, രണ്ടാമത് പറഞ്ഞത് പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസസ്, ഒരു പരിധി വരെ എക്സംപ്റ്റഡ് ആയിട്ടുള്ള അലവൻസസ്. തേർഡ് നമ്മൾ പറയാൻ പോകുന്നത് ഫുള്ളി എക്സംപ്റ്റഡ് ആയിട്ടുള്ള അലവൻസസ് ആണ്. ഇത്തരം അലവൻസസ് നമ്മൾ എന്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട, ഇൻകം ഫ്രം സാലറി അല്ലെങ്കിൽ ടാക്സ് കമ്പ്യൂട്ട് ചെയ്ത സമയത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതില്ല. അതിൽ ഫസ്റ്റ് വൺ ഫോറിൻ അലവൻസസ് ആണ്. പെയ്ഡ് ടു ഗവൺമെൻറ് എംപ്ലോയീസ് പോസ്റ്റഡ് അബ്രോഡ്. അബ്രോഡ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് എംപ്ലോയീസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന എമൗണ്ട് ആണിത്. നെക്സ്റ്റ് UNO അലവൻസസ്, പെർ ഡിയം അലവൻസസ്, സംചറി അലവൻസസ്, പെയ്ഡ് ടു ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട് ജഡ്ജസ്. അപ്പം ഇതിലുള്ള കുറച്ച് ഇതിങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഫോറിൻ പോസ്റ്റ് ചെയ്യുന്ന എംപ്ലോയീസ്, അതേപോലെ ജഡ്ജസ്, സുപ്രീം കോർട്ട് ജഡ്ജസും ഹൈക്കോർട്ട് ജഡ്ജസിനൊക്കെ ഉള്ള അലവൻസസ്, അതേപോലെ UNO എംപ്ലോയീസിന്, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസിൻ്റെ എംപ്ലോയീസിനുള്ള അലവൻസസ്, ഡെയിലി അലവൻസസ് ടു കവർ ഹോട്ടൽ ഓർ ബോർഡിംഗ് ഡ്യൂറിങ് ഡ്യൂട്ടി ട്രാവൽ. ഡ്യൂട്ടി ട്രാവലിൻ്റെ സമയത്ത് നമ്മൾ ഹോട്ടൽസും അതേപോലെ ബോർഡിങ് അതിനൊക്കെ യൂസ് ചെയ്യുന്ന എമൗണ്ടും എന്താണ്, അതിനാണ് പെർ ഡിയം അലവൻസ് എന്ന് പറയുന്നത്. ഇതൊന്ന് ഓർത്തിരിക്കുക. ഫുള്ളി എക്സംപ്റ്റഡ് എമൗണ്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൽ ഇതുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫുള്ളി എക്സംപ്റ്റഡ് ആക്കിയിട്ട് എടുക്കാണ്ടിരിക്കുക. നെക്സ്റ്റ് വരുന്നത് എക്സംപ്റ്റ് ബേസ്ഡ് ഓൺ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ. നമ്മൾ ആക്ച്വൽ എക്സ്പെൻഡിച്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് എക്സംഷൻസ് കൊടുക്കുന്നതുണ്ട്. അത് നമ്മൾ പറയുന്നത് ട്രാവലിംഗ് അലവൻസസ്, ഡെയിലി അലവൻസസ്, കൺവീനിയൻസ് അലവൻസസ്, യൂണിഫോം അലവൻസസ്, ഹെൽപ്പർ അസിസ്റ്റൻറ്റ് അലവൻസസ്, ഇത്രയും എമൗണ്ടും അതിൻ്റെ എക്സംഷനും ഫോർ ഒഫീഷ്യൽ ട്രാവൽ ആണെന്നുണ്ടെങ്കിലാണ് നമുക്ക് അതിൻ്റെ എക്സ്പെൻഡിച്ചർ വരെ നമുക്ക് എക്സംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതേപോലെ പിന്നീട് വരുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, ഫിക്സഡ് ലിമിറ്റ് എക്സംഷൻ ആണ്. അപ്പം ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസസ് ആണെങ്കിലും ഹോസ്റ്റൽ എക്സ്പെൻഡിച്ചർ, അപ്പം കുട്ടികളുടെ ഹോസ്റ്റൽ എക്സ്പെൻഡിച്ചർ അലവൻസസ്, ട്രൈബൽ, അതിനൊക്കെ ഒരു സർട്ടൈൻ ലിമിറ്റ് വരുന്നുണ്ട്. ആ ലിമിറ്റ് എന്താണെന്നുള്ളതും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അതർ എക്സംപ്റ്റഡിൽ നമ്മൾ HR നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു 3 കാറ്റഗറി ഓഫ് എമൗണ്ട് പറഞ്ഞു. അതിലേറ്റവും ലീസ്റ്റ് ഏതാണോ അതായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, എക്സംപ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പം അലവൻസസിൻ്റെ ഒരു ഏരിയ കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് പെർക്യുസൈഡ്സ് ആണ്. പെർക്യുസൈഡ്സ് എന്ന് പറയുന്നത് നമ്മൾ നോൺ ക്യാഷ് ഫോർമാറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന ബെനിഫിറ്റ്സ് ആണ്. എംപ്ലോയർ സൈഡിൽ നിന്ന് എംപ്ലോയീസിന് കിട്ടുന്ന സർട്ടൈൻ നോൺ മോണിറ്ററി ഫോമിലുള്ള പെർക്യുസൈഡ്സ് ആണ്. നോൺ ക്യാഷ് ബെനിഫിറ്റ്സ് പ്രൊവൈഡഡ് ബൈ എംപ്ലോയർ ടു എംപ്ലോയി, വാല്യൂഡ് ആൻഡ് ആഡഡ് ടു സാലറി. ഇതിനെ നമ്മൾ വാല്യൂ ചെയ്യുകയും ചെയ്യും, അതേപോലെ തന്നെ സാലറിയിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സാലറിയുടെ ഒരു കോമ്പണൻ്റ് ആണെന്ത്, പെർക്യുസൈഡ്സ് എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് പെർക്യുസൈഡ്സിൽ ടാക്സബിൾ ഫോർ ഓൾ എംപ്ലോയീസ്, എല്ലാ എംപ്ലോയീസിനും ടാക്സബിൾ ആയിട്ടുള്ളതാണ്. റെൻറ്റ് ഫ്രീ കൺസെഷണൽ അക്കമഡേഷൻസ്, റെൻറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു അഡീഷണൽ ഫ്രീ അക്കമഡേഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത്. അപ്പം അതിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഇൻക്ലൂഡഡ് ആണെന്നൊക്കെ ഉള്ളത് ഇതിൽ പറയുന്നുണ്ട്. ലൈസൻസ് ഫ്രീ, ഇപ്പം ഗവൺമെൻറ് എംപ്ലോയീസിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്വാർട്ടേഴ്സൊക്കെ പോലെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ ഹോട്ടൽ ബിൽസ് എടുക്കുക, ബിൽസ് പേയ്മെൻറ്റ്, എഡ്യൂക്കേഷൻ ഫീസ്, ഇങ്ങനെയുള്ള അതർ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ടാക്സബിൾ ഫോർ ഓൾ എംപ്ലോയീസ് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് ടാക്സബിൾ ഫോർ സ്പെസിഫൈഡ് എംപ്ലോയീസ് ഓൺലി ഇഫ് എംപ്ലോയി ഈസ് ഡയറക്ടർ, 20% of equity holder or salary is greater than 50,000 per annum.
ഇതെന്താണ്? യൂസ് ഓഫ് കമ്പനി കാറ്, ഫ്രീ ഡൊമസ്റ്റിക് സർവൻറ്റ്, ഫ്രീ ഗ്യാസ്, കൺസെഷണൽ എഡ്യൂക്കേഷൻ, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി, ഇത്തരത്തിലുള്ള ഒരുപാട്. ഇപ്പം ഇതിലെത്രയാണ്? ഒരു 8 പോയിൻറ്റോളം ഇതിൽ പറയുന്നുണ്ട്. ഇത്രയും പെർക്വിസൈറ്റ്സ് എന്താണ്? സ്പെസിഫൈഡ് എംപ്ലോയി കാറ്റഗറീസ് അല്ലെങ്കിൽ ടാക്സബിൾ ഫോർ സ്പെസിഫൈഡ് എംപ്ലോയീസ് ഓൺലി ആണ്. അപ്പം അതെന്താണ്? ഒരു സർട്ടീൻ പരിധി അല്ലെങ്കിൽ ഒരു എക്സ്റ്റെൻഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ടാക്സബിൾ ആയിട്ട് എടുക്കുന്നതാണ്. ടാക്സ് ഫ്രീ പെർക്വിസൈറ്റ്സ് ആണ്. നമ്മൾ പെർക്വിസൈറ്റ്സ് ആണെങ്കിൽ കൂടി ടാക്സ് ഫ്രീ ആയിട്ടുള്ള, ടോട്ടലി എക്സംപ്റ്റഡ് ആയിട്ടുള്ള പെർക്വിസൈറ്റ്സ് ആണ്. യൂസ് ഓഫ് ലാപ്ടോപ്പ് ഓർ കമ്പ്യൂട്ടേഴ്സ്, മൊബൈൽ ഫോൺസ് ആൻഡ് ടെലിഫോൺ എക്സ്പെൻസസ്, റിഫ്രഷ്മെൻറ്റ്, ഫ്രീ യൂണിഫോം, റെൻറ്റ് ഫ്രീ ഹൗസസ് ഇൻ റിമോട്ട് ഏരിയ, ലീവ് ട്രാവൽ കൺസെഷൻ, സ്റ്റാഫ് ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്രീമിയം, സ്കോളർഷിപ്പ് ടു ചിൽഡ്രൻ, ഇതൊക്കെ എന്താണ്? ഫുള്ളി എക്സംപ്റ്റഡ് ആയിട്ടുള്ള ടാക്സ് ഫ്രീ പെർക്വിസൈറ്റ്സ് ആണ്. ഇനി എങ്ങനെയാണ് വാല്യുവേഷൻ റൂൾസ് ഫോർ സെലക്റ്റഡ് പെർക്വിസൈറ്റ്സ്? ഇതിനെങ്ങനെയാണ് നമ്മൾ ഇതിൽ മെയിനായിട്ട് വരുന്നത് മോട്ടോർ കാറിൻ്റെ കേസും ഡൊമസ്റ്റിക് സർവൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നോർമൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണുന്നത്. മോട്ടോർ കാറിൻ്റെ റൂളാണെന്നുണ്ടെങ്കിൽ ഫുള്ളി ഫോർ ഒഫീഷ്യൽ യൂസ് ഓൺലി ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്? നോട്ട് ടാക്സബിൾ ആണ്. ഓഫീസ് പേർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് യൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ നോട്ട് ടാക്സബിൾ അറ്റ് ഓൾ. ഫുള്ളി പേഴ്സണൽ യൂസ് ആണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ എക്സ്പെൻസസ് പ്ലസ് 10% ഡിപ്രീസിയേഷൻ മൈനസ് റിക്കവറി. ഈ ഒരു അല്ലെങ്കിൽ ആക്ച്വൽ എക്സ്പെൻസ് എന്താണ്? പ്ലസ് 10% ഓഫ് ഡിപ്രീസിയേഷൻ മൈനസ് റിക്കവറി. ഇനി മിക്സഡ് യൂസ് ആണ്. കുറച്ച് നമ്മൾ പേഴ്സണൽ യൂസിനും എടുക്കുന്നുണ്ട്, കുറച്ച് നമ്മൾ എന്തിനെടുക്കുന്നുണ്ട്? ഒഫീഷ്യൽ യൂസിനും എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് മന്ത്ലി 1800 പെർ മന്ത് സ്മോൾ കാർ ആണെന്നുണ്ടെങ്കിലും പ്ലസ് ഒരു 900 റുപ്പീസ് ഡ്രൈവർ കോസ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ലാർജ് കാർ ആണെന്നുണ്ടെങ്കിൽ ₹2400 പെർ മന്തും പ്ലസ് 9000 ഡ്രൈവർ കോസ്റ്റ് ആയിട്ടും എടുക്കാൻ പറ്റും. ഇനി പറയുന്നത് ഡൊമസ്റ്റിക് സർവൻസ്, എഡ്യൂക്കേഷൻ, യൂട്ടിലിറ്റീസ് ഒക്കെയാണ്. ടാക്സബിൾ അറ്റ് കോസ്റ്റ് ടു എംപ്ലോയർ, റിക്കവറി ബൈ എംപ്ലോയി. ഫ്രീ എഡ്യൂക്കേഷൻ അപ് ടു 1000 പെർ മന്ത് പെർ ചൈൽഡിനാണ് എടുക്കുന്നുണ്ടാവുക. എക്സസ് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ടാക്സബിൾ ആണ്. അതേപോലെ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീംസ് ഉണ്ടാവും. അതെന്താണ്? എമൗണ്ട് പെയ്ഡ് അല്ലെങ്കിൽ ഓൺ ഡേറ്റ് ഓഫ് എക്സസൈസ് മൈനസ് എമൗണ്ട് പെയ്ഡ് ഇസ് ഈക്വൽ ടു ടാക്സബിൾ വാല്യൂ. അത് നോർമലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അങ്ങനെ വന്ന് കാണാത്തൊരു ഏരിയ ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് കാറിൻ്റെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടോർ കാറുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ മിക്സഡ് യൂസിൻ്റെ കേസുകൾ നോർമലി ചോദിക്കാറുണ്ട്. മെഡിക്കൽ എക്സ്പെൻസസും ഗവൺമെൻറ് ഓർ അപ്രൂവ്ഡ് ഹോസ്പിറ്റൽസിൽ പ്രിസ്ക്രൈബ്ഡ് ഡിസീസസിന് RBI അപ്രൂവ്ഡ് ഫോറിൻ ട്രീറ്റ്മെൻറ്റും ലെസ് ദാൻ ഓർ ഈക്വൽസ് 2 lakh പെർ ആനമാണ് പറയുന്നത്. അതേഴ്സ് അല്ലെങ്കിൽ ടാക്സബിൾ ബിയോണ്ട് ആണെന്നുണ്ടെങ്കിൽ അത് ബിയോണ്ട് ലിമിറ്റ് ആണെന്നുണ്ടെങ്കിൽ ടാക്സബിൾ ആണ്. ഇനി എന്തൊക്കെയാണ്? ഇത്രയും ഇപ്പോൾ നമ്മൾ ബേസിക് സാലറിയുടെ കേസ് പറഞ്ഞു, അലവൻസസ് പറഞ്ഞു, പെർക്വിസൈറ്റ്സും പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് ടോട്ടൽ നമ്മൾ ഇൻകം ഫ്രം സാലറി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വാട്ട് ആർ ദ ഡിഡക്ഷൻസ് ഫ്രം സാലറിയിൽ നിന്ന് നമുക്ക് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട് ₹50,000 നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നത് എൻ്റർടൈൻമെൻറ്റ് അലവൻസസ് ആണ്. ഓൺലി ഫോർ ഗവൺമെൻറ് എംപ്ലോയീസ്, മിനിമം ഓഫ് 5,000 ഓർ 20% ഓഫ് ബേസിക് ഓർ ആക്ച്വൽ റിസീവ്ഡ്. ബേസിക് സാലറിയുടെ 20%, അതല്ലെങ്കിൽ 5,000 റുപ്പീസ് അല്ലെങ്കിൽ ആക്ച്വൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസസ് റിസീവ്ഡ് ഏതാണോ ലീസ്റ്റ് അത് നമുക്ക് എക്സംപ്റ്റ് ചെയ്യാൻ വേണ്ടി ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പ്രൊഫഷണൽ ടാക്സ് ഫുള്ളി ഡിഡക്റ്റബിൾ ഇഫ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുള്ളി ഡിഡക്ഷൻസ് പോസിബിൾ ആണ്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഡിഡക്ഷൻസ് ഫ്രം സാലറി നിങ്ങൾക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുന്ന, സാലറിയിൽ നിന്ന് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ₹50,000, എൻ്റർടൈൻമെൻറ്റ് അലവൻസസ് അത് ഈ പറഞ്ഞ 3 5,000, 20% ഓഫ് ബേസിക് സാലറി ഓർ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്. ഇതിലേതാണോ ലീസ്റ്റ് അത് ഡിഡക്റ്റ് ചെയ്യാം. പ്രൊഫഷണൽ ടാക്സ്. ഇനി അടുത്തൊരു ടേമാണ് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി. പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി എന്ന് പറയുമ്പം നമ്മൾ
ഇപ്പം ഒരു സർട്ടൈൻ കണ്ടീഷൻസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, സാലറി പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി റിസീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് ഇൻക്ലൂഡ്സ് ഏതൊക്കെ കേസസിലാണ് വരുന്നത്, കോമ്പൻസേഷൻ ഓഫ് ടെർമിനേഷൻ ഓൺ കോൺട്രാക്ട് മോഡിഫിക്കേഷൻസ് വരിക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻസിൽ ടെർമിനേഷനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, പ്രോഫിറ്റ്സ് ഇൻ ലിeu ഓഫ് സാലറി കൊടുക്കും. സാലറിക്ക് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രോഫിറ്റ്സിൻ്റെ ഒരു പോർഷൻ നമ്മൾ കോമ്പൻസേഷനൊക്കെ ആയിട്ട് കൊടുക്കും. ഗിഫ്റ്റ് ഫ്രം എംപ്ലോയർ നോട്ട് ഫോർ പേഴ്സണൽ ഒക്കേഷൻസ്. അൺറെക്കഗ്നൈസ്ഡ് PF എമൗണ്ട് അണ്ടർ കീമാൻ ഇൻഷുറൻസ് പോളിസി. സോ നിങ്ങൾ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി ചിലപ്പോൾ എന്താണെന്ന് ചോദിക്കും. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഈ ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി പറയുന്നത് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്. ഇൻകം ഫ്രം സാലറിയിൽ തന്നെ നമ്മൾ സർവീസിൽ ഇരിക്കുന്ന ടൈമിലുള്ള സാലറി മാത്രമല്ല ഇൻക്ലൂഡഡ് ആവുക, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം സാലറി. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ഗ്രാറ്റുവിറ്റി ആണ്. ഗ്രാറ്റുവിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന സമയത്ത് അത്രയും കാലത്തെ സർവീസിന് നമുക്ക് എന്തേലും ഒരു പെർട്ടിക്കുലർ ലംസം എമൗണ്ട് കൊടുക്കും. അതിനാണ് നമ്മൾ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ 2 കോളമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. എംപ്ലോയി ടൈപ്പും അതേപോലെ എന്താണ് അതിൻ്റെ ടാക്സ് സ്റ്റേറ്റസ് അല്ലെങ്കിൽ ടാക്സ് പർപ്പസിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഗവൺമെൻറ് എംപ്ലോയീസ്, സെൻട്രൽ, സ്റ്റേറ്റ് ഓർ ലോക്കൽ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ഗ്രാറ്റുവിറ്റി എമൗണ്ട് എന്താണ്, ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. നോൺ ഗവൺമെൻറ് എംപ്ലോയീസ് കവേർഡ് അണ്ടർ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. ഈ ആക്ടിൻ്റെ അണ്ടറിൽ കവർ ചെയ്തിട്ടുള്ള നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ലീസ്റ്റ് ഓഫ് ദി ത്രീ പറയുമ്പോൾ ഫസ്റ്റ് വൺ 20 lakh statutory limit, actual gratuity received 50 days salary into number of completed years of service. അപ്പം ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ലീസ്റ്റ് ഏതാണോ കിട്ടുന്നത് അത് നമുക്ക് എക്സംപ്റ്റ് ചെയ്യാം. നോൺ ഗവൺമെൻറ് എംപ്ലോയീസ് നോട്ട് കവേർഡ് അണ്ടർ ദി ഗ്രാറ്റുവിറ്റി ആക്ടിൻ്റെ അണ്ടറിൽ കവർ ചെയ്യാത്ത എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ ലീസ്റ്റ് ഓഫ് ദി 3. 20 lakh ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്, ഹാഫ് മന്ത് സാലറി ഇൻറ്റു കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ്. ഇതിലേറ്റവും ലീസ്റ്റ് എമൗണ്ട് ഏതാണോ അത് നമുക്ക് എക്സംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് പറയുന്നത് പെൻഷൻ എമൗണ്ട് ആണ്. ദർ ആർ 2 types ഓഫ് പെൻഷൻ ആണുള്ളത്, അൺകമ്മ്യൂട്ടഡും അതേപോലെ കമ്മ്യൂട്ടഡ് പെൻഷനും. കമ്മ്യൂട്ടഡ് പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ ഫുള്ളി ടാക്സബിൾ ആണ് ആസ് സാലറി ഇൻകം ഫോർ ഓൾ എംപ്ലോയീസ്. അൺകമ്മ്യൂട്ടഡ് പെൻഷന് ഫുള്ളി ടാക്സബിൾ ആണ്. കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ലംസം ഇൻ അഡ്വാൻസ് അല്ലെങ്കിൽ ലംസമായിട്ട് കിട്ടുന്നതിനാണ് നമ്മൾ കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുന്നത്. അതിൽ ഗവൺമെൻറ് എംപ്ലോയീസിന് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. നോൺ ഗവൺമെൻറ് എംപ്ലോയീസ് റിസീവിങ് ഗ്രാറ്റുവിറ്റി കിട്ടുന്ന ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്ന നോൺ ഗവൺമെൻറ് എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ 1/3 ഓഫ് ഫുൾ പെൻഷൻ എമൗണ്ട് ഇസ് എക്സംപ്റ്റഡ്. ഫുൾ പെൻഷൻ എമൗണ്ട് കമ്മ്യൂട്ടഡ് ആയിട്ടുള്ള ഫുൾ പെൻഷൻ എമൗണ്ടിൻ്റെ 1/3 എക്സംപ്റ്റഡ് ആണ്. നോൺ ഗവൺമെൻറ് എംപ്ലോയീസ് നോട്ട് റിസീവിങ് ഗ്രാറ്റുവിറ്റി കിട്ടാത്ത എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ ഹാഫ് ഓഫ് ദി കമ്മ്യൂട്ടഡ് പെൻഷൻ. ഇനി വരുന്നത് ലീവ് എൻകാഷ്മെൻ്റ് ആണ്. ലീവ് എൻകാഷ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സർവീസിൽ ലീവ് അവൈലബിൾ ലീവ്സ് നമ്മൾ എടുക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ നമുക്ക് എന്ത് ചെയ്യും, അത് എൻകാഷ് ചെയ്ത് തരും. ഇതെന്താണ്, ഗവൺമെൻറ് എംപ്ലോയീസിന് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. നോൺ ഗവൺമെൻറ് എംപ്ലോയീസിന് ലീസ്റ്റ് ഓഫ് ദി 4. ഈ പറയുന്ന ഇതിൽ ഏറ്റവും ലീസ്റ്റ് ഏതാണോ അത് എക്സംപ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പം അത് കാൽക്കുലേറ്റ് ചെയ്യുക, ഏറ്റവും ലീസ്റ്റ് ഏതാണെന്ന് നോക്കുക, അത് എക്സംപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് പ്രൊവിഡൻറ്റ് ഫണ്ടാണ്. അതിൽ തന്നെ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കുള്ളത് എക്സംപ്റ്റ് ചെയ്യുക. എംപ്ലോയി ഹാസ് കംപ്ലീറ്റഡ് 5+ years ഓഫ് കണ്ടിന്യൂസ് സർവീസ്. കണ്ടിന്യൂസ് സർവീസ് 5+ years ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സംപ്റ്റ് ചെയ്യാം. ഓർ ടെർമിനേഷൻ ഈസ് ഡ്യൂ ടു റീസൺസ് ബിയോണ്ട് കൺട്രോൾ, ഇൽനെസ്, ബിസിനസ് ക്ലോഷർ ഒക്കെ പോലത്തെ നമ്മൾ ബിയോണ്ട് കൺട്രോളിലുള്ള റീസൺ കൊണ്ടാണ് ടെർമിനേഷൻ എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എക്സംപ്റ്റ് ചെയ്യാം. പക്ഷേ ടാക്സബിൾ ആണ് എപ്പം ലെസ് ദാൻ 5 years ആണ് എന്ത് വരുന്നത്, എംപ്ലോയ്മെൻറ്റ് വരുന്നത്. പ്ലസ് ഇൻട്രസ്റ്റ് ഈസ് ടാക്സബിൾ ആസ് സാലറി. നമ്മൾ അങ്ങനത്തെ കേസിൽ എന്താണ്, ഇൻട്രസ്റ്റ് ഈസ് ടാക്സബിൾ ആസ് സാലറി. എംപ്ലോയീസ് ഓൺ കോൺട്രിബ്യൂഷൻ ഇസ് നോട്ട് ടാക്സബിൾ. ഇവിടെയും നമുക്ക് PF എംപ്ലോയർ കോൺട്രിബ്യൂഷനും ഉണ്ടാവും, അതേപോലെ തന്നെ എംപ്ലോയി കോൺട്രിബ്യൂഷനും ഉണ്ടാവും. എംപ്ലോയി കോൺട്രിബ്യൂഷൻ എന്തല്ല, ടാക്സബിൾ അല്ല. ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയി കോൺട്രിബ്യൂഷൻ ഇസ് ടാക്സബിൾ
ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇൻകം ഫ്രം അതർ സോഴ്സസിൽ നമ്മൾ എന്ത് ചെയ്യും? എംപ്ലോയി കോൺട്രിബ്യൂഷൻ്റെ PFൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യും. അതേപോലെ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്താണ്? ഫുള്ളി എക്സംപ്റ്റഡ് ആണ് കേട്ടോ. നേരത്തെ പറഞ്ഞത് നമ്മൾ എന്താണ്? റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടാണ്. നെക്സ്റ്റ് പറയുന്നത് വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം ഓർ VRS. നിങ്ങൾ ടേം ഒന്ന് ഓർത്തിരിക്കാം. എമൗണ്ട് ഇസ് എക്സംപ്റ്റഡ് അപ് ടു 5 lakh. 5 lakh വരെ വൺ ടൈം ആയിട്ട് 5 lakh വരെ എക്സംപ്റ്റഡ് ആണ്. അപ്ലൈസ് ടു എംപ്ലോയീസ് ഓഫ് പബ്ലിക് സെക്ടർ കമ്പനീസ്, കമ്പനീസ്, അതോറിറ്റീസ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ലോക്കൽ അതോറിറ്റീസ്, യൂണിവേഴ്സിറ്റീസ്, IITs, IIMs, നോട്ടിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ഇതിന് കുറച്ച് കണ്ടീഷൻസ് ഇവിടെ പറയുന്നുണ്ട്. സ്കീം മസ്റ്റ് ബി ആസ് പെർ റൂൾ 2BA. ഓൺലി വൺ ടൈം എക്സംഷൻ ഇൻ ലൈഫ് ടൈം. എക്സസ് എമൗണ്ട് ഇസ് ടാക്സബിൾ ആസ് സാലറി. 5 lakh ആണ് എമൗണ്ട് ലിമിറ്റ് വരുന്നത്. സോ ഈ ഒരു VRSനെ സംബന്ധിച്ചിടത്തോളം അതെന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതിൻ്റെ ഒരു സമ്മറി ടേബിൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സിൻ്റെ മുകളിൽ നിങ്ങൾ അത്രയും പഠിച്ചതിൻ്റെ ഒരു ചെറിയ സമ്മറി ടേബിളാണ്. ഇത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. ഗ്രാറ്റുവിറ്റി എന്ത് ചെയ്യണം, കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ത് ചെയ്യണം, അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എന്ത് ചെയ്യണം, ലീവ് എൻകാഷ്മെൻറ്റ് എന്ത് ചെയ്യണം, റെക്കഗ്നൈസ്ഡ് PF എന്ത് ചെയ്യണം, VRS എന്ത് ചെയ്യണം. അത് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസും നോൺ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസും ടാക്സിൻ്റെ പേർപ്പസിലുള്ളതും ഒറ്റ സിംഗിൾ ടേബിളാക്കി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ പറഞ്ഞ എല്ലാത്തിൻ്റെയും ഒരു ടേബിളാർ പ്രസൻറ്റേഷൻ ആണ്. ഇനി കമ്പ്യൂട്ടേഷൻ ഓഫ് സാലറി. ഇതിൻ്റെ നമ്മൾ ഇത്രയും നേരം ഇതിൽ ഇൻക്ലൂഡ് ആകുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെ നമ്മൾ എക്സംഷൻ കൊടുക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞു. ഇനി അറ്റ് ദി എൻഡ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യുന്നത്? ബേസിക് സാലറി, ഡിയർനെസ് അലവൻസസ്, ബോണസ്, ഫീ, കമ്മീഷൻസ് ഒക്കെ ആഡ് ചെയ്യുക. ടാക്സബിൾ അലവൻസസ് ആഡ് ചെയ്യുക. ടാക്സബിൾ പെർക്വിസൈറ്റ്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സിൽ ടാക്സബിൾ ആയിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഗ്രോസ് സാലറി കിട്ടും. ഗ്രോസ് സാലറിയിൽ നിന്ന് നമ്മൾ 4 ടൈപ്പ് ഡിഡക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആ ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിമിറ്റ് വരെയുള്ളത് ലെസ് ചെയ്യുക. ലാസ്റ്റ് കിട്ടുന്ന ഫൈനൽ ഫിഗർ ആയിരിക്കും എന്ത്? നെറ്റ് ടാക്സബിൾ സാലറി. സോ നിങ്ങൾ എന്ത് പഠിച്ചു? ഇൻകം ഫ്രം സാലറിയിലുള്ള എല്ലാ ഏരിയാസും നിങ്ങൾ കവർ ചെയ്തു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സാലറി എന്താണ്, അത് ഇൻക്ലൂഡ് ചെയ്യുന്ന അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്, അതേപോലെ അലവൻസസ് അതിൽ തന്നെ ഫുള്ളി ടാക്സബിൾ, ഫുള്ളി എക്സംപ്റ്റഡ്, പാർഷ്യലി എക്സംപ്റ്റഡ്. പെർക്വിസൈറ്റ്സ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 പെർക്വിസൈറ്റ്സ് ഉണ്ട്. അതിൻ്റെ വാല്യുവേഷൻ എങ്ങനെ വരുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ പ്രോഫിറ്റ് ഇൻ ലീവ് ഓഫ് സാലറി എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. ഒരു 2 മാർക്സിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ VRS എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. അതേപോലെ റിട്ടയർമെൻറ്റ് അതും നമ്മൾ ഇൻകം ഫ്രം സാലറിയിൽ വരുന്നതാണ്, അതും പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയാണ് ഇൻകം ഫ്രം സാലറിയിൽ വരുന്നത്. ഫസ്റ്റ് ഹെഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. താങ്ക് യു.